ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം വിനീതമായി അറിയിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 4 മാസം കൊണ്ട് 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും നമ്മൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് മുതൽ നമ്മൾ വായിക്കുന്നത് റോമാലേഖനമാണ്. പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദിമസഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ആദിമസഭയുടെ ഉത്ഭവം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അവസാനം പൗലോസ്ലീഹായുടെ ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ, അദ്ദേഹം അനുഭവിച്ചതായ പീഡകൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ വായിച്ചത്. റോമാലേഖനത്തിൻ്റെ പ്രത്യേകത, ഇതും കൂടുതലും ദൈവശാസ്ത്രപരമായ ചിന്തകൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ലേഖനമാണ്. സുവിശേഷങ്ങളിലെ പോലെയോ അപ്പോസ്തല പ്രവൃത്തികളിലെ പോയോ സംഭവങ്ങളോ അതിൻ്റെ വിശദീകരണങ്ങളോ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഉപമകളോ കഥകളോ ഒന്നും ഇതിനകത്തില്ല. റോമിലുള്ള ആളുകൾ വിജ്ഞാനികളായിരുന്നതുകൊണ്ടും പണ്ഡിതന്മാരായിരുന്നതുകൊണ്ട് പണ്ഡിത ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. പൗലോസ്ലീഹ ഓരോ സ്ഥലത്തുമുള്ള വിശ്വാസികളുടെ അവരുടെ ആ സാഹചര്യം മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സാമൂഹികവുമായ പശ്ചാത്തലങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. പൗലോസ്ലീഹ റോമിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ റോമിൽ ക്രൈസ്തവ വിശ്വാസികളുണ്ടായിരുന്നു എന്നൊരു സൂചന അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അന്നത്തെ രാജാവ് ക്രിസ്ത്യാനികളെ കൂടുതൽ പീഡിപ്പിച്ചിരുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പൗലോസ്ലീഹ റോമിലെത്തുന്നത്. എത്തിയ കാര്യം വരെ അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാന ഭാഗം നമ്മൾ വായിച്ചതാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ പ്രത്യേകത, യഹൂദരിലും അല്ലെങ്കിൽ വിജാതിയരിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ ഉൾപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നത്. എന്നാൽ യെരുസലേമിൽ ബഹുഭൂരിപക്ഷവുമെല്ലാം യഹൂദന്മാർ വിശ്വാസികളായവരായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് റോമിലെ. അപ്പം ഇതിൽ യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും തമ്മിൽ ശ്രേഷ്ഠതയെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. ഈ റോമിലെ സഭയിലും ആ മത്സരം നടന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗലാത്തിയായിലെ സഭയെ യഹൂദീകരിക്കുവാനുണ്ടായ പ്രവണതയ്ക്കെതിരായി ആ ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയതിനു ശേഷമാണ് പൗലോസ്ലീഹ റോമർക്കുള്ള ലേഖനം എഴുതിയതെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതിൽ ദൈവത്തിന് തന്റെ ജനത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ദൈവത്തിന്റെ ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ തീരുമാനം, വിശ്വാസവും വിശദീകരണവും തമ്മിലുള്ളതായ ബന്ധം, യേശുവിന്റെ മരണവും ഉത്ഥാനവും വഴി സാധ്യതമായ രക്ഷ, പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ പരസ്പര പൂരകത്വം, യഹൂദന്മാരും വിജാതീയരും സുവിശേഷം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ കാര്യങ്ങളൊക്കെയാണ് റോമാലേഖനത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു അഭിവാദനം നടത്തിക്കൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. പഴയ നിയമത്തിൽ ദൈവത്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചിരുന്ന ആളുകൾ അവരെ തന്നെ ദാസന്മാരായി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24:29, യെരമ്യാ 70:25, ദാനിയേൽ 9:11,
സക്രിയ 3:5 ഇവിടെയൊക്കെയും ദാസൻ എന്ന പദം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ദാസൻ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ പുത്രത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് വിശ്വാസികളെങ്കിലും ദൈവത്തിൻ്റെ മുൻപാകെയുള്ള ആ വിനീതമായ സമർപ്പണത്തെയാണ് ദാസൻ എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 പൗലോസ്ലീഹ പറയുന്നു, അപ്പോസ്തലനായിരിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽപ്പെട്ട ആളല്ലായിരുന്നല്ലോ അദ്ദേഹം. അതിനുശേഷം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്നവനാണ്. അവിടെ നിന്ന് ആ ശൗൽ എന്ന പേര് പോലും മാറ്റി പൗലോസ് എന്ന പേരിലേക്ക് വന്ന് പിന്നീട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ആളാണ്. മറ്റപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അപ്പോസ്തലനായിട്ടാണ് പരിശുദ്ധ സഭ കാണുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായി ഞാൻ വിളിക്കപ്പെട്ടവൻ എന്ന് അദ്ദേഹം പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത്. ഇനി യേശുക്രിസ്തുവിൻ്റെ 2 ശ്രേഷ്ഠത അദ്ദേഹം പറയുന്നുണ്ട്. ജഡപ്രകാരമുള്ള യേശുവിൻ്റെ ശ്രേഷ്ഠത ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചു എന്നുള്ളതാണ്. അവന്റെ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠത മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അന്ന് ആ മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടും. ഇതാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയും. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിച്ചു. അതാണ് കർത്താവിൻ്റെ സുവിശേഷം. ഇതാണ് പൗലോസ്ലീഹ ഇനി തന്റെ സുവിശേഷമായി ഇനി പറയാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് റോം സന്ദർശിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്. അതിനു മുൻപായിട്ട് ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള ഒരു ആശീർവാദം അദ്ദേഹം സഭയ്ക്ക് നൽകുന്നു. ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാവട്ടെ. റോമ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് 8 മുതലുള്ള വാക്യങ്ങളിൽ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നുണ്ടെന്നും അതിന് എനിക്കുള്ള സാക്ഷി ദൈവമാണെന്നും അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. മറ്റേ ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലും വന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 14-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. ഗ്രീക്കുകാര് പരിഷ്കൃതരാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ ഭാഷയും ഏറ്റവും പുരാതനമായ സംസ്കാരവും ഗ്രീക്കാണ്. വളരെയധികം സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും അവർ ഉയർത്തപ്പെട്ടവരാണ്. അതോടൊപ്പം അപരിഷ്കൃതരോടും ആ അവസ്ഥ ലഭിക്കാത്ത ആളുകളോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള എല്ലാ തരത്തിൽപ്പെട്ട ആളുകളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, ഈ ബോധ്യം നമുക്കുണ്ടാവേണ്ടതാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവിക സ്നേഹം നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നാനാജാതി മതസ്ഥരായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതിനാണ് ദൈവം നമ്മളെ ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് ജന്മം നൽകി ക്രൈസ്തവ സഭയിൽ നമ്മളെ ജനിപ്പിച്ച് ഉള്ള അവസരമൊക്കെ ദൈവം നമുക്ക് നൽകിയത് അതിനുവേണ്ടിയാണെന്ന് നമ്മളും അത് മനസ്സിലാക്കേണ്ടതാണ്. 16-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവികമായ വലിയ ഒരു ശക്തിയാണ്. കാരണം ആദ്യം യഹൂദനെന്ന് പറയാൻ കാരണം വാഗ്ദത്തം, മശിഹ എന്ന വാഗ്ദത്തം ലഭിച്ചത് അവർക്കാണ്. അവരിൽ നിന്നാണ് മശിഹ ലോകത്തിൽ വന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്കാദ്യം. പക്ഷെ അവര് യേശുവിനെ വേണ്ട രീതിയിൽ അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല എന്ന സത്യം നമുക്കറിയാം. എന്നാൽ ആദ്യം അവർക്കും അതിനുശേഷം ജാതികൾക്കും അവർക്ക് ആണ് ഈ സുവിശേഷം അറിയിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. യഹൂദന്റെ പ്രത്യേകത ഇവിടെ എടുത്തു പറയുന്നു. അബ്രഹാമിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം ന്യായപ്രമാണം അവർക്ക് നൽകി, പ്രവചനങ്ങൾ അവർക്ക് നൽകി,
അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഒന്നാമത് എന്ന് പറയാനുള്ള കാരണം. 17-ാം വാക്യം നമ്മൾ വായിക്കുന്നു, നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. അതെ, നീതിമാൻ വിശ്വാസം മുഖാന്തരമാണ് ജീവിക്കുന്നത്. നീതിമാൻ ദൈവനീതിക്ക് അല്ലെങ്കിൽ ആ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവൻ, അവന്റെ ജീവന്റെ ആധാരം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇനി നമ്മൾ വായിക്കുന്നത് മനുഷ്യരുടെ ആ തിന്മയെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ പറയുക. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ 18-ാം വാക്യം, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനെയൊക്കെ മറച്ചുവെച്ച് അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരമായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്കവർ കൈമാറി എന്നുള്ളതാണ് അവർ ചെയ്തതായ തിന്മ. മനുഷ്യന്റെ തിന്മ അതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്വം സകലത്തെയും ദൈവം ഉളവാക്കി. ആ സൃഷ്ടികർമ്മം മനുഷ്യനറിയാം. ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടിതാവ് ഉണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. അങ്ങനെ ദൈവം ഈ പ്രപഞ്ചത്തെയും സകല മനുഷ്യരെയും സകലത്തെയും രൂപപ്പെടുത്തിയ ദൈവത്തെ, അദൃശ്യനും സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തെ പരിമിതികളുള്ള മനുഷ്യന്റെ മൃഗങ്ങളുടെ പക്ഷികളുടെ രൂപത്തിലാക്കി അതാണ് ദൈവമെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്ന ആ വലിയ അവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നു. അതുകൊണ്ട് ദൈവം അവരെ എന്തു ചെയ്തു? അല്ലെങ്കിൽ അവരുടെ ആ ശരീരങ്ങൾ പരസ്പരം അപമാനിതരാകുന്നതിന് അശുദ്ധിക്ക് അവർ വിട്ടുകൊടുത്തു. അതുകൊണ്ട് സ്വാഭാവിക ബന്ധം വിട്ട് പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങൾ അവരിലുണ്ടായി. പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും ബന്ധപ്പെടുന്നതായ പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങൾ, ഹോമോസെക്സ് അല്ലെങ്കിൽ ലെസ്ബിയൻ എന്ന് പറയുന്നതായ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും മനുഷ്യനൊരു വിമോചനമുണ്ടാകുന്നത് കർത്താവിന്റെ സുവിശേഷീകരണത്തിലൂടെയാണ്. അവന്റെ തെറ്റുകൾ ബോധ്യമാകുന്നതിനും അവൻ ആരെന്നും സകല സൃഷ്ടികളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാണെന്നൊക്കെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ സ്നേഹവും അനന്തമായ നടത്തിപ്പും മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ അവൻ ഈ സുവിശേഷത്തിന് വിധേയപ്പെടുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ളതായ ഒരു ആമുഖമാണ് 1-ാം അധ്യായത്തിൽ അദ്ദേഹം ഇവിടെ ഇത് നൽകുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഈ അധ്യായങ്ങളിൽ പല പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് വായിക്കുവാനിടയായി തീരണം. അപ്പോൾ മാത്രമേ ഇതിന്റെ ആന്തരിക മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേദപുസ്തക വായന, 1, വേദപുസ്തകം നമുക്ക് പരിചിതമാകണം. 2, അതിന്റെ ആന്തരിക മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയോടുകൂടി എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുവാൻ നമുക്കിടയായി തീരണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംവദിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിന്റെ ആന്തരിക മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവേ, സ്ത്രീഹന്മാർക്ക് നൽകപ്പെട്ട സ്വർഗീയ പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ റോമാലേഖനം നമുക്ക് വായിച്ചു തുടങ്ങാം. 1-ാം അധ്യായം എല്ലാവരും വായിക്കുക. അത് സാധിക്കുമെങ്കിൽ 2ഓ 3ഓ പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക. മനുഷ്യരുടെ ആ തിന്മ ദൈവത്തിൽ നിന്നകന്ന് പ്രകൃതി ശക്തികളെ ആരാധിക്കാൻ പോകുന്നു. അതുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് തുല്യനായി മനുഷ്യൻ അധപ്പതിക്കുന്നു. അതിൽ നിന്ന് അവന് വ്യത്യസ്തനാകാൻ സാധിക്കുന്നത്
കർത്താവിന്റെ ആ രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെ ആ സുവിശേഷീകരണത്തിലൂടെയാണെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നു. എല്ലാവരും ഇന്ന് വായിച്ച് ധ്യാനിക്കുക. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.